ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയെന്ന തന്റെ പ്രസ്താവന വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വിഷയത്തിൽ മാപ്പ് പറയില്ലെന്ന നിലപാടാണ് തനിക്കെന്നാണ് വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. കൂടാതെ തന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം വളച്ചൊടിക്കുകയായിരുന്നെന്നും തിരഞ്ഞെടുപ്പ് കാലത്താണ് സർക്കാർ പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷന്റെ ഒപ്പം വാർദ്ധക്യകാല പെൻഷൻ കൂടി കിട്ടിയിരുന്നു. രണ്ടും കൂടി ചേർത്താണ് ലഭിച്ചിരുന്നത്. 1500 രൂപയാണ് കിട്ടിയിരുന്നത്. മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിയിരുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്കായിരുന്നു. പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞ് അത് ഒന്നാക്കി മാറ്റി. എന്നിട്ടത് 1000 രൂപയാക്കി കൊടുത്തുവെന്നും വേണുഗോപാൽ പറയുന്നുണ്ട്. പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ടെന്നും പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായി ഇവർ കാണുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ്. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് താൻ ചോദിച്ചതെന്നും വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ M സ്വരാജും പ്രതികരിച്ചു. KC വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാടാണെന്നായിരുന്നു M സ്വരാജ് പറഞ്ഞത്. കോൺഗ്രസുകാർ സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്നത് എതിർക്കുന്നവരാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്താൽ കള്ളു കുടിക്കുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് എന്നും M സ്വരാജ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും അങ്ങനെ പറയാറില്ല. പക്ഷെ KC പഴയ നിലപാട് ആവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘത്തോടൊപ്പം ഒന്നിച്ച് ജാഥ നടത്തിയവരാണ് കോൺഗ്രസുകാർ. മലപ്പുറം ജില്ല രൂപീകരിച്ചത് തന്നെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. തന്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ ജില്ല രൂപീകരിക്കൂ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്നും സ്വരാജ് ആരോപിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയെന്ന പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്നാണ് മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സാധാരണക്കാരുടെ ജീവിതത്തെ വേണുഗോപാൽ അപഹസിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പരാജയ ഭീതി കൊണ്ടാണ് പദ്ധതിയെ KC വേണുഗോപാൽ പരിഹസിക്കുന്നതെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. KC വേണുഗോപാലിനെതിരെ ധനകാര്യമന്ത്രി KN ബാലഗോപാലും രംഗത്തെത്തിയിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് UDF നേതൃത്വത്തിൻ്റെതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരല്ല എന്നും ജനങ്ങളെ വില കുറച്ച് കാണാമോ എന്നും KN ബാലഗോപാൽ ചോദിക്കുന്നുണ്ട്. പ്രസ്താവനയിൽ KC വേണുഗോപാലും കോൺഗ്രസ് നേതൃത്വവും മാപ്പ് പറയണമെന്നും ക്ഷേമ പെൻഷൻ കേരളത്തിൽ മാതൃകാപരമായി നൽകുന്നു. ക്ഷേമ പെൻഷൻ നൽകുന്നത് കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. വികസന കാര്യങ്ങൾ കോൺഗ്രസിന് പറയാനില്ല എന്നുമായിരുന്നു KN ബാലഗോപാൽ പറഞ്ഞത്. എന്തായാലും വിഷയത്തിൽ മാപ്പ് പറയില്ല എന്ന നിലപാട് തന്നെയാണ് വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്.